നമസ്കാരം. നമ്മുടെ കൈവശമുള്ള 500, 100 രൂപ തുടങ്ങിയ നോട്ടുകളുടെ വാങ്ങൽ ശേഷി, പർച്ചേസിംഗ് പവർ കാലക്രമേണ കുറഞ്ഞു വരുന്ന ഒരു പ്രതിഭാസമുണ്ട്. പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല. ഇത് നോട്ടുകളുടെ ഭൗതിക വലിപ്പം അത് കുറയുന്നതിനെ അല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് അതിൻ്റെ യഥാർത്ഥ മൂല്യം, റിയൽ വാല്യൂ കുറയുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പണ്ട് 10 രൂപ നൽകി വാങ്ങിയിരുന്ന ഒരു വസ്തുവിന് ഇന്ന് 20 രൂപ നൽകേണ്ടി വരുന്നു. അതുപോലെ 100 രൂപയ്ക്ക് ലഭ്യമായിരുന്ന സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇപ്പോൾ 200 രൂപ ചിലവാക്കേണ്ടി വരും. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളിലും നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മയിൽ, അതായത് ക്വാളിറ്റിയിൽ കാര്യമായ വർധനവ് ഉണ്ടായില്ലെങ്കിൽ പോലും കൂടുതൽ പണം നൽകേണ്ടി വരുന്നു. അതായത് അടിസ്ഥാനപരമായി നമ്മുടെ കൈവശമുള്ള പണത്തിൻ്റെ മൂല്യം കുറയുകയാണ്. ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം എന്ന് വിളിക്കുന്നത്. സോ എന്താണ് പണപ്പെരുപ്പം? ഭാവിയിൽ ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെയാണ് ബാധിക്കുക? പണപ്പെരുപ്പത്തെ മറികടക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ്? അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഈ പണപ്പെരുപ്പം അത് മനസ്സിലാക്കാൻ ഒരു ലളിതമായിട്ടുള്ള ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകാനായിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിക്കുകയാണ്. ഓട്ടോ ഡ്രൈവർ 100 രൂപ ഓട്ടോ കൂലി ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ പിന്നീട് ഒരു വർഷത്തിന് ശേഷം അതേ ദൂരത്തേക്ക് അതേ ഓട്ടോറിക്ഷ വിളിക്കുമ്പോൾ ഡ്രൈവർ 110 രൂപ ആവശ്യപ്പെടുന്നു. ഇവിടെ സംഭവിച്ചത് പണപ്പെരുപ്പമാണ്. ഒരേ സേവനത്തിനായിട്ട് നിങ്ങൾ ഒരു വർഷത്തിനിടെ 10 രൂപ അധികം നൽകേണ്ടി വന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഓട്ടോ കൂലിയിലെ പണപ്പെരുപ്പം 10%. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചാൽ ഓരോ വർഷവും വിവിധ ചരക്കുകളുടെയും സേവനങ്ങളുടെയും, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും വില ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വർധനവിൻ്റെ നിരക്കാണ് പണപ്പെരുപ്പമായിട്ട് കണക്കാക്കുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു 5 ലക്ഷം രൂപ വെറുതെ നിങ്ങളുടെ കയ്യിൽ വയ്ക്കുകയാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത 5 വർഷമാകുന്ന സമയം ഒന്ന് നോക്കുക. നമ്മുടെ എക്കോണമിയിൽ എല്ലാത്തിനും വില കൂടുന്നതാണ് കാണാനാവുക. കാരണം എന്താണ്? പണപ്പെരുപ്പം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ പണത്തിൻ്റെ പർച്ചേസിംഗ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം വെറുതെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ ആ 5 ലക്ഷം രൂപ അടുത്ത വർഷവും 5 ലക്ഷം തന്നെയാണ്. മാത്രമല്ല ആ ഒരു 5 ലക്ഷം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളുടെ അളവും കുറഞ്ഞിട്ടുണ്ട്. അതായത് ശരിക്കും പണം നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് നഷ്ടമാണ്. അപ്പോൾ ആ പണം നമ്മൾ വളരെ കൃത്യമായിട്ട് നിക്ഷേപിക്കണം. അതെങ്ങനെ നിക്ഷേപിക്കണം? ഈ പണപ്പെരുപ്പത്തിൽ എത്രത്തോളം മൂല്യം നഷ്ടമാകുന്നുണ്ടോ അത്രത്തോളം മൂല്യമെങ്കിലും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ പണം നിക്ഷേപിക്കണം. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഈ പണത്തെ കൊണ്ട് നമ്മൾ കൃത്യമായി ശരിക്കും അങ്ങ് പണിയെടുപ്പിക്കണം. ഈ പണത്തെ കൊണ്ട് കൃത്യമായി പണിയെടുപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ ഇൻഫ്ലേഷനെ മറികടക്കുന്ന രീതിയിൽ ഒരു നിക്ഷേപം നടത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇന്ത്യയിൽ പണപ്പെരുപ്പം അളക്കുന്നതിന് ഉപഭോക്തൃ വില സൂചിക, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, CPI എന്ന ഇൻഡെക്സാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ സൂചികയുടെ ശരാശരി മൂല്യം സാധാരണയായിട്ട് 4% മുതൽ 6% വരെയാണ്. വിവിധ വർഷങ്ങളിൽ ഇത് 4%, 5%, 6% എന്നിങ്ങനെ വ്യത്യാസപ്പെടാം. പണപ്പെരുപ്പം 5% നിലനിൽക്കുന്നത് ഒരു ആഗോള പ്രതിസന്ധിയിലേക്ക് നയിക്കുമോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ അടിസ്ഥാനപരമായിട്ട് അത് അത്ര വലിയൊരു പ്രശ്നമല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ചരക്കുകളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തികളുടെ ശമ്പളവും സാലറി ഓരോ വർഷവും ഈ പണപ്പെരുപ്പ നിരക്കിനനുസരിച്ച് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇന്ത്യയിലെ മിക്ക കമ്പനികളും 4% മുതൽ 5% വരെയുള്ള ശമ്പള വർധനവ് പണപ്പെരുപ്പം പരിഗണിച്ച് നൽകാറുണ്ട്. കൂടാതെ മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന പ്രൊമോഷനുകൾ വഴി ശമ്പളം ഇനിയും വർദ്ധിക്കുകയും ചെയ്യും. ഇനി അതുപോലെ സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നവരുടെ കാര്യത്തിലും അവർ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ തന്നെ വില വർദ്ധിക്കുന്നതിനാൽ വരുമാനവും വർദ്ധിക്കുന്നു. ചുരുക്കത്തിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിക്കുന്നതിനൊപ്പം വരുമാനത്തിൻ്റെ തോതും, അതായത് ഇൻകം ലെവൽ വർദ്ധിക്കുന്നു. അതിനാൽ 4% മുതൽ 6% വരെയുള്ള പണപ്പെരുപ്പം ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് പൊതുവെ ഒരു ആരോഗ്യകരമായിട്ടാണ് സാമ്പത്തിക വിദഗ്ധർ പോലും കണക്കാക്കുന്നത്. ഇനി അതുപോലെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച 5 ലക്ഷം രൂപയുടെ ആ ഉദാഹരണം, അതുപോലെ തന്നെ ഇവിടെ ഒരു സുപ്രധാന ഘടകം വിട്ടുപോയിരിക്കുകയാണ്. നിങ്ങൾ സമ്പാദിക്കുന്ന പണം, സേവിങ്സ് വെറുതെ കയ്യിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും നമുക്കില്ല. നമുക്കിനി മറ്റൊരു ചെറിയൊരു ഉദാഹരണം കൂടി നോക്കാം. ഈ 5 ലക്ഷം ഒന്നും വേണ്ട, വെറും 1000 രൂപ നോക്കാം. നിങ്ങളുടെ കൈവശം 1000 രൂപയുണ്ടെന്നും നിങ്ങൾ അത് യാതൊരു നിക്ഷേപവും കൂടാതെ കൈവശം നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചിരിക്കുകയാണെന്ന് കരുതുക. പണപ്പെരുപ്പം 5% ആണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഈ 1000ൻ്റെ വാങ്ങൽ ശേഷി 950 കുറയും. അതായത് ഇന്ന് 950 വാങ്ങാൻ കഴിയുന്ന ഒരു സാധനത്തിന് അടുത്ത വർഷം 1000 രൂപ നൽകേണ്ടി വരും. 5% പണപ്പെരുപ്പം കണക്കാക്കിയാൽ 6 വർഷത്തിന് ശേഷം 1000ൻ്റെ വാങ്ങൽ ശേഷി 784 കുറയും. ഇനി 20 വർഷത്തിന് ശേഷമാണെങ്കിലോ ഈ 1000ൻ്റെ വാങ്ങൽ ശേഷി 377 കുറയും. സോ പണപ്പെരുപ്പത്തിൻ്റെ ഈ ശക്തി മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദീർഘകാല അളവിൽ നിങ്ങളുടെ പണം നിഷ്ക്രിയമായിട്ട് വെച്ചാൽ 10 ലക്ഷം എന്ന തുകയ്ക്ക് 20 വർഷം കഴിയുമ്പോൾ കേവലം 3 ലക്ഷം രൂപ മുതൽ 4 ലക്ഷം രൂപയുടെ മൂല്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
ഇതാണ് പണപ്പെരുപ്പത്തിൻ്റെ ശക്തിയും. അതേസമയം മെറിറ്റ്സിനൊപ്പം ഡിമെറിറ്റ്സുമുണ്ട്. ഇനി പലരും ചിന്തിക്കുന്നത് പണം ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്നാണ്. ഇന്ത്യയിലെ പണപ്പെരുപ്പം അത് 5% കണക്കാക്കുക. സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന പലിശ 3% കരുതുക. അപ്പോൾ നിങ്ങൾ സമ്പാദിച്ച മുഴുവൻ തുകയും സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പലിശ 3% മാത്രമായിരിക്കും. എന്നാൽ നമ്മുടെ സാധനങ്ങളുടെയൊക്കെ വില വർദ്ധിക്കുന്നത് 5% നിരക്കിലാണ്. അതായത് നിങ്ങൾക്ക് ഓരോ വർഷവും 2% നെഗറ്റീവ് റിട്ടേൺസ് അഥവാ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ 50,000 രൂപ സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. ഒരു വർഷത്തിന് ശേഷം 3% പലിശ ഉൾപ്പെടെ നിങ്ങളുടെ അക്കൗണ്ടിലെ തുക 51,500 രൂപയായിട്ട് വളരും. എന്നാൽ 5% പണപ്പെരുപ്പം കാരണം ഈ 51,500ന്റെ യഥാർത്ഥ വാങ്ങൽ ശേഷി 49,000 രൂപ മാത്രമായിരിക്കും. അതായത് ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് 1,000 രൂപയുടെ യഥാർത്ഥ മൂല്യത്തിൽ നഷ്ടം സംഭവിച്ചു. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളിൽ നമുക്ക് ഒരുപക്ഷെ തുക വർദ്ധിക്കുന്നതായിട്ട് കാണാമെങ്കിൽ പോലും യഥാർത്ഥ വാങ്ങൽ ശേഷി ഇവിടെ കുറയുകയാണ്. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെ ഗുരുതരമായിട്ട് ബാധിക്കാനും സാധ്യതയുണ്ട്. സോ ഈ സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിച്ച് പണപ്പെരുപ്പത്തെ മറികടക്കാൻ സാധ്യമല്ലെന്ന് നമുക്കിതിലൂടെ വ്യക്തമാവുകയാണ്. സേവിങ്സ് അക്കൗണ്ടിന് പകരമായിട്ട് സ്ഥിര നിക്ഷേപത്തിൽ, അതായത് FD ഫിക്സഡ് ഡെപ്പോസിറ്റ് പണം നിക്ഷേപിക്കുന്നത് അടുത്തൊരു ഓപ്ഷനാണ്. RBI റിപ്പോ നിരക്ക് കുറച്ചാൽ FDകളിൽ താരതമ്യേന ഇപ്പോൾ പലിശ നമുക്കറിയാം കുറവാണ്. സുരക്ഷിതമായിട്ട് 6% വരെ റിട്ടേൺസ് ലഭിച്ചേക്കാം. അപ്പോൾ ഈ 6% റിട്ടേൺസ് പണപ്പെരുപ്പത്തെ മറികടക്കാൻ പര്യാപ്തമാണോ എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ നികുതി, ടാക്സേഷൻ എന്ന ഘടകം നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ വരുമാന നികുതി സ്ലാബ് അതനുസരിച്ച് FDയിൽ നിന്നുള്ള പലിശയ്ക്ക് നിങ്ങൾ നികുതി നൽകേണ്ടി വരും. ഫലപ്രദമായ റിട്ടേൺ, എഫക്റ്റീവ് റിട്ടേൺ 5% മാത്രമായിട്ട് കുറയുകയും ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യം FDകളിലും സേവിങ്സ് അക്കൗണ്ടുകളിലും മാത്രമായിട്ട് നിക്ഷേപിക്കാൻ പദ്ധതിയിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പണപ്പെരുപ്പത്തെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. നിങ്ങളുടെ പണത്തിൻ്റെ വാങ്ങൽ ശേഷി കുറഞ്ഞുകൊണ്ടേയിരിക്കും. സ്ഥിര നിക്ഷേപങ്ങൾ, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ മാത്രമല്ല, നിക്ഷേപത്തിനുള്ള മറ്റു മാർഗ്ഗങ്ങൾ കൂടിയുണ്ട്. ഓഹരികൾ, അതായത് സ്റ്റോക്സ്, സ്വർണം, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ്, ഇത്തരത്തിലുള്ള അസറ്റ് ക്ലാസ്സുകളുണ്ട്. ദീർഘകാല അളവിൽ ലോങ് ടേം, അതായത് ഈ അസറ്റ് ക്ലാസ്സുകളിൽ ലോങ് ടേം ആയിട്ട് നമുക്ക് ലഭിക്കാവുന്ന ശരാശരി റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഓഹരികൾ 12% വരെ, സ്വർണ്ണമാണെങ്കിൽ 10%-ലധികം, ഇനി റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് 12%-ലധികം വരെ നമുക്ക് ലാഭിക്കാം. അപ്പോൾ ഈ ഉയർന്ന റിട്ടേൺസ് നൽകുന്ന എല്ലാ അസറ്റ് ക്ലാസ്സുകൾക്കും റിസ്ക് അത് കൂടുതലാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കണം. ഇനി നിങ്ങൾ ഷോർട്ട് ടൈം, അതായത് 1-2 വർഷത്തേക്ക് മാത്രം ഇതിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് റിട്ടേൺസ് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു എമർജൻസി ഫണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്നതാണ്. ഇതിനെ നമുക്ക് റിസർവ് ഫണ്ട് എന്നും പറയാൻ സാധിക്കും. ഇത് പെട്ടെന്ന് നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഒരു ആശുപത്രി ചിലവ് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഇൻഷുറൻസിൽ അത് നമുക്ക് താങ്ങാൻ സാധിക്കാതെ വന്നാൽ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങാതെ നമ്മുടെ കയ്യിലുള്ള ഈ പണം ഉപയോഗിച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഇത് എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ സ്വാതന്ത്ര്യമുള്ള, എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ സാധിക്കുന്ന ഒന്നായിരിക്കണം. അപ്പോൾ ഈ എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയ ശേഷം മാത്രമേ ബാക്കിയുള്ള പണം നമ്മൾ നിക്ഷേപിക്കാനായിട്ട് പാടുള്ളൂ. കാരണം നമ്മൾ നിക്ഷേപിച്ച പണം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയോ അതല്ലെങ്കിൽ അതിൻ്റെ മൂല്യം കുറഞ്ഞിരിക്കുന്ന സാഹചര്യമോ, അതായത് ഇൻഫ്ലേഷൻ കൊണ്ട്. എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.